ഹലോ സുഹൃത്തെ, ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു സിറ്റുവേഷനിൽ കുടുങ്ങിയിരിക്കുകയാണ്. എന്ത് നടന്നാലും ഡെയിലി ഒരു വലിയ തവളയെ കഴിക്കണം. നിങ്ങൾ ആ തവളയെ കഴിക്കാൻ ആ ദിവസത്തിലെ ഏത് സമയം വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ തീർച്ചയായും ആ തവളയെ കഴിച്ചിരിക്കണം. നിങ്ങൾക്ക് വേറെ ഓപ്ഷനേ ഇല്ല. ഇപ്പം നിങ്ങൾക്ക് പറയാം, ഏത് സമയത്താണ് ആ തവളയെ കഴിക്കാൻ വേണ്ടി നിങ്ങൾ സമയത്തെ ചൂസ് ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആത്തർ ബ്രെയിൻ ട്രേസി പറയുന്നത്, പുള്ളിക്കാരൻ ഈ സിറ്റുവേഷനിലിരുന്നാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ആ തവളയെ കഴിക്കും. ആ കഷ്ടമായ ജോലിയെ രാവിലെ എഴുന്നേറ്റ ഉടനെ തീർത്തെങ്കിൽ ആ ദിവസം മൊത്തം റിലാക്സ് ആയിരിക്കും. ഈ തവളയെ കഴിക്കുന്ന ഉദാഹരണം നമ്മുടെ ലൈഫിലെ ഡെയിലിയും കഷ്ടമായ ജോലിയെക്കുറിച്ചാണ് പറയുന്നത്. കഷ്ടമായ ജോലിയെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഏതെങ്കിലും റീസൺ പറഞ്ഞുകൊണ്ട് ആ ജോലിയെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഉച്ചയ്ക്ക് ചെയ്യാം, വൈകിട്ട് ചെയ്യാം, ഉറങ്ങാതെ രാത്രിയിലിരുന്ന് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നീടോട്ട് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. ആ തവളയെ കഴിക്കണമെന്നറിയാം, പക്ഷേ നമ്മൾ ആ ദിവസം മൊത്തം തവളയെ നോക്കിക്കൊണ്ടേയിരിക്കും. പിന്നീട് കഴിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും കൂടിക്കൊണ്ടേ പോകത്തുള്ളൂ. പക്ഷേ ആ ജോലി കംപ്ലീറ്റ് ചെയ്യത്തുമില്ല. എന്തിനാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ കഷ്ടമായ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൂടുതൽ വിൽ പവർ കിട്ടും. കഷ്ടമായ ജോലിയും ഈസിയായി ചെയ്യും. നിങ്ങൾ എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, കഷ്ടമായ ജോലി ചെയ്തതിൻ്റെ ശേഷം ഭയങ്കര റിലാക്സാണ് ഫീൽ ആകുന്നത്? കാരണം കഷ്ടമായ ജോലി ചെയ്തതിൻ്റെ ശേഷം ബ്രെയിൻ എൻഡോർഫിൻ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഹാപ്പിയ ഫീൽ ലഭിക്കുന്നത്. ഈ റിലാക്സ് ഫീലിംഗ് പോസിറ്റീവ് അഡീഷനെ യൂസ് ചെയ്തുകൊണ്ട് പുതിയ ഹാബിറ്റ് ഫോം ചെയ്യാം. പോസിറ്റീവ് ഹാബിറ്റ് കൊണ്ട് നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻറ്റ് ലെവലും കൂടും. ഇപ്പം ഞാൻ ചില പ്രാക്ടിക്കൽ മെത്തേഡ്സ് പറയാം. ഇത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ടൈം പ്രോപ്പറായി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാം. പ്രിൻസിപ്പൽ നമ്പർ 1, സെറ്റിംഗ് ദ ടേബിൾ. നമ്മൾ എന്താണ് ഒരു വിഷയത്തെ ചെയ്യാതെ മാറ്റി വയ്ക്കുന്നത്? നമ്മൾ എന്താണോ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഒരു ക്ലാരിറ്റി ഇല്ല. നമ്മൾ ഏത് വിഷയവും തുടക്കത്തിലെ ക്ലിയർ അറിഞ്ഞെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ജോലി പ്രൊഡക്റ്റീവായിട്ട് നടക്കും. നമ്മൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മുടെ ഗോൾസ് ക്ലിയർ ആയിരിക്കണം. ഇത് ചെയ്യാൻ വേണ്ടി ആത്തർ 7 സ്റ്റെപ്പ് പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് നമ്പർ 1, ഡിസൈഡ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇരിക്കുന്ന എല്ലാ ആസ്പെക്ട്സിനും, ഉദാഹരണത്തിന് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, എല്ലാ വിഷയത്തിനും ഗോൾസ് ആൻഡ് ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. എടുക്കുന്ന ഗോൾസ് ആൻഡ് ടാർഗറ്റ് ക്ലിയർ ആയിരിക്കണം. സ്റ്റെപ്പ് നമ്പർ 2, തിങ്ക് ഓൺ എ പേപ്പർ. 5% പീപ്പിൾ മാത്രമാണ് അവൻ്റെ ഗോൾസ് ആൻഡ് ടാർഗറ്റ് വന്ന് പ്രോപ്പറായി എഴുതുന്നത്. ഇങ്ങനെ പ്രോപ്പറായി എഴുതുന്നവരാണ് അവൻ്റെ ഗോൾസ് ആൻഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിനിന് വന്ന് ഓർത്തു വയ്ക്കാൻ ഭയങ്കര കഷ്ടമാണ്. പക്ഷേ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് വരും. അതുകൊണ്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് ആൻഡ് ഗോൾസ് എല്ലാം ക്ലിയർ പേപ്പറിലോ നോട്ടിലോ എഴുതി വെക്കണം. ഇങ്ങനെ ഇതൊരു ഹാബിറ്റാണ് ഫോം ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 3, മേക്ക് ഡെഡ് ലൈൻ. നിങ്ങൾ സ്റ്റെപ്പ് നമ്പർ 2 ഏത് ഗോൾ എഴുതി വെച്ചാലും അതിനൊരു ഡെഡ് ലൈൻ കൊടുക്കണം. നമ്മൾ ഏത് കാര്യവും ചെയ്ത് തീർക്കാൻ വേണ്ടി ഡെഡ് ലൈൻ കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കൊരു ടാർഗറ്റ് ഇല്ലെങ്കിൽ പിന്നീട് നോക്കാമെന്ന് നമ്മൾ മാറ്റി വയ്ക്കും. സ്റ്റെപ്പ് നമ്പർ 4, മേക്ക് എ ലിസ്റ്റ്. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുവാൻ വേണ്ടി ഏതൊക്കെ വർക്ക് ചെയ്യണമോ ആ ലിസ്റ്റ് എഴുതി വയ്ക്കണം. എങ്ങനെ ലിസ്റ്റ് ചെയ്യണമെന്ന് പിന്നീട് പറയാം. സ്റ്റെപ്പ് നമ്പർ 5, ഓർഗനൈസ് ദ ലിസ്റ്റ് ആൻഡ് മേക്ക് എ പ്ലാൻ. നിങ്ങൾ എഴുതിയ ലിസ്റ്റ് കറക്റ്റായി ഓർഗനൈസ് ചെയ്യണം. സിമ്പിൾ പ്ലാൻ റെഡി ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 6, ടേക്ക് എ ആക്ഷൻ ഓൺ യുവർ പ്ലാൻ. നിങ്ങൾ ഫോം ചെയ്ത പ്ലാന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ ആരംഭിക്കണം. പിന്നീടോട്ട് മാറ്റി വയ്ക്കാതെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വർക്ക് ഫിനിഷ് ആകും. നിങ്ങളുടെ പ്ലാൻസ് അല്ല വർക്ക് ഫിനിഷ് ചെയ്യിപ്പിക്കുന്നത്, നിങ്ങളുടെ ആക്ഷൻസ് ആണ് വർക്ക് ഫിനിഷ് ചെയ്യിപ്പിക്കുന്നത്. സ്റ്റെപ്പ് നമ്പർ 7, ഡു തിങ്സ് എവറി ഡേ ദറ്റ് മേക്സ് യു മൂവ് ടുവാർഡ് യുവർ ഗോൾസ്. നിങ്ങളൊരു മന്ത്ലി ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മാസത്തിൻ്റെ അവസാനം ഈ വർക്ക് തീർക്കണമെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ, ഡെയിലി ആ ടാർഗറ്റ് റീച്ച് ചെയ്യുവാൻ വേണ്ടി സ്മാൾ ആക്ഷൻസ് എടുക്കാൻ ആരംഭിക്കണം. അതൊരു ഹാബിറ്റായി മാറ്റണം.
ഇതാണ് 7 സ്റ്റെപ്പ് പ്രൊസീജിയർ. ഇത് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. പ്രിൻസിപ്പൽ നമ്പർ 2, പ്ലാൻ എവറി ഡേ ഇൻ അഡ്വാൻസ്. ടൈം മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് 6P ഫോർമുല ഉണ്ട്. പ്രോപ്പർ, പ്രയർ, പ്ലാനിങ്, പ്രിവെൻറ്റ്സ്, പുവർ, പെർഫോമൻസ്. നിങ്ങൾ ഏത് വർക്കും തുടക്കത്തിൽ പ്ലാൻ ചെയ്താൽ ഹവേഴ്സ് കണക്കിന് സമയം സേവായി കിട്ടും. ഒരു പ്രോബ്ലം ഇല്ലാതെ കറക്റ്റ് ടൈമിന് വർക്ക് തീർക്കാം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനായി ആ വർക്ക് മാറ്റിവെക്കാൻ കാരണമാകും. എങ്ങനെ ആക്ഷൻസ് എടുക്കണമെന്നാൽ നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ 7 സ്റ്റെപ്പ് പ്രൊസീജിയറിൽ പറഞ്ഞതുപോലെ ലിസ്റ്റ് എടുക്കണം. ഇപ്പോൾ നമുക്ക് 4 ലിസ്റ്റ് നോക്കാം. ഫസ്റ്റ് ലിസ്റ്റ് മാസ്റ്റർ ലിസ്റ്റ്. ഈ ലിസ്റ്റ് ജീവിതത്തിൻ്റെ എൻഡ് ഗോൾ എഴുതണം. ഉദാഹരണത്തിന്, ഞാൻ ബില്യണർ ആകണം, നിറയെ പേർക്ക് ഹെൽപ്പ് ചെയ്യണം, $1 ബില്യൺ കമ്പനി റൺ ചെയ്യണം. ഇതെല്ലാം ലൈഫിൻ്റെ എൻഡ് ഗോള്. ഇതേപോലെ നിങ്ങളുടെ ലൈഫിലെ എൻഡ് ഗോളെ നിങ്ങളുടെ മാസ്റ്റർ ലിസ്റ്റിൽ എഴുതി വെക്കണം. സെക്കൻഡ് വന്ന് മന്ത്ലി ലിസ്റ്റ്. ഒരു മാസത്തിൻ്റെ അകത്ത് തീർക്കേണ്ടതൊക്കെ എഴുതി വെക്കണം. മന്ത്ലി ലിസ്റ്റിൽ ഇരിക്കുന്ന ഏതെങ്കിലും മാസ്റ്റർ ലിസ്റ്റിലുള്ളതിനെ അച്ചീവ് ചെയ്യാൻ സ്മാൾ സ്റ്റെപ്പായി ഇരിക്കണം. അങ്ങനെ ഒത്തുപോകുന്നത് പോലെ നിങ്ങളുടെ ലിസ്റ്റ് ചെയ്തിരിക്കണം. തേർഡ്, വീക്ക്ലി ലിസ്റ്റ്. ഈ വീക്ക്ലി ലിസ്റ്റിൽ ഇരിക്കുന്നവർക്ക് മന്ത്ലി ലിസ്റ്റിലുള്ള ഗോൾസ് അച്ചീവ് ചെയ്യുവാൻ ഹെൽപ്പായിരിക്കണം. നമ്പർ 4, ഡെയിലി ലിസ്റ്റ്. ഈ വീക്ക്ലി ലിസ്റ്റിലുള്ളത് അച്ചീവ് ചെയ്യാൻ ഇന്ന് നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അത് എഴുതി വെക്കണം. നിങ്ങൾ വിചാരിക്കാം, ഇത്രയും ലിസ്റ്റൊക്കെ എഴുതി വെക്കണോ? നമുക്ക് ഒരിക്കലും ഓവർ നൈറ്റ് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫ് ഗോൾസ് എല്ലാം മാസ്റ്റർ ലിസ്റ്റിലുണ്ട്. അത് മാത്രം നോക്കിയാൽ വലിയ മല പോലെ തോന്നും. ആ മാസ്റ്റർ ലിസ്റ്റ് സ്റ്റെപ്പായി പിരിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ക്ലാരിഫിക്കേഷൻ കിട്ടും. ക്ലിയർ ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് വലിയ ഭാരമായി കാണുന്ന മലയും സുലഭമായി ഉടയ്ക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ ഡെയിലി ലിസ്റ്റിൽ എഴുതിയിരിക്കുന്നതിന് തലേന്ന് രാത്രിയിൽ കുഞ്ഞു പ്ലാനോടെ ഉറങ്ങാൻ പോകണം. എന്നാൽ മാത്രമേ രാവിലെ എഴുന്നേറ്റ ഉടനെ തവളയെ കഴിക്കാൻ പറ്റത്തുള്ളൂ. പ്രിൻസിപ്പൽ നമ്പർ 3, ABCD ടെക്നിക്. ഈ ടെക്നിക് വന്ന് പ്രയോറിറ്റി ടെക്നിക്. ഈ ടെക്നിക് നമ്മുടെ സമയത്തെ കറക്റ്റായി യൂസ് ചെയ്യുന്നോ എൻഷുർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. നമ്മൾ എല്ലാ ലിസ്റ്റും റെഡി ചെയ്തതിൻ്റെ ശേഷം ലിസ്റ്റിൽ എഴുതിയ എല്ലാ വർക്കിനും ABCDന്ന് പ്രയോറിറ്റി കൊടുക്കണം. A എന്ന് മാർക്ക് ചെയ്ത വർക്ക് തീർത്തില്ലെങ്കിൽ നിറയെ പ്രോബ്ലം വരും. B എന്ന് പ്രയോറിറ്റി ചെയ്യുന്ന വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർക്ക് നമ്മൾ ചെയ്തില്ലെങ്കിലും പ്രോബ്ലം വരും. A ലെവല് അത്രയ്ക്കും പ്രോബ്ലം വരില്ല. C ലെവൽ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നല്ലതാണ്. ആ വർക്ക് ചെയ്യാതെ പോയാൽ പ്രോബ്ലം ഒന്നും വരില്ല. D എന്ന് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ വർക്ക് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാം. E എന്ന് ഏത് വർക്ക് മാർക്ക് ചെയ്യുന്നതോ അത് ചെയ്യാതെ പോയാലും പ്രോബ്ലം ഒന്നും വരില്ല. ആ വർക്ക് എലിമിനേറ്റ് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ പ്രയോറിറ്റി കൊടുത്തതിൻ്റെ ശേഷം എക്ക് വേണം ഹൈ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. A ആണ് ആ വലിയ തവള. രാവിലെ എഴുന്നേറ്റ ഉടനെ കഴിക്കണം. ഡെയിലി 2 വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേതാണോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റോ അതിന് A1 പ്രയോറിറ്റി കൊടുക്കാം. അടുത്തതിന് A2 പ്രയോറിറ്റി കൊടുക്കാം. A1 A2 മുമ്പിൽ തീർക്കണം. എല്ലാ പ്രിൻസിപ്പാളും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ടൈം എഫക്റ്റീവായി മാനേജ് ചെയ്യാം. ഇതെല്ലാം പഠിച്ച് പറഞ്ഞിരിക്കുന്നത് ഈറ്റ് ദ ഫ്രോഗ് ബൈ ബ്രെയിൻ ട്രേസി ഈ പുസ്തകത്തിലിരുന്നാണ്. ഈ ബുക്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.